Dear students, welcome back to International Economics. In the last classes, we have discussed about the theories of exchange rate determination. Today, we are going to discuss another theory of exchange rate determination that is called the balance of payments theory. Okay. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് തിയറിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് തിയറി എന്നുള്ളത് നോക്കാം. This theory states that under free exchange rates, the exchange rate of the currency of a country depends upon its balance of payments. Okay. അതായത് ഒരു കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കൺട്രിയുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്? Balance of payments is the statement of all transactions made between the entities in one country and the rest of the world over a defined period of time, such as a quarter or a year. ഒരു വർഷം അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഇയറിലേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ആയിട്ട് ആ ഒരു കൺട്രി മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ട്രേഡ് റിലേഷൻസും അടങ്ങുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് ആ ഒരു കൺട്രിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, എ ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് റൈസസ് ദ എക്സ്ചേഞ്ച് റേറ്റ് വൈൽ ആൻ അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് റെഡ്യൂസസ് ദ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഈ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന വ്യത്യാസം പ്രധാനമായിട്ടൊരു ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റിൽ വർധനവുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ദെൻ അൺഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ കുറവും സംഭവിക്കുന്നു. Thus, the theory implies that the exchange rate is determined by the demand for and the supply of the foreign exchange. അപ്പോൾ അവിടെ ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കറൻസിയുടെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഫോറിൻ കറൻസി കൺട്രിയുടെ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് തിയറിയിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ ഈ ഡിമാൻഡും സപ്ലൈയിലും വ്യത്യാസം വരുന്നതിനനുസരിച്ച് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ എന്താണ് ഫേവറബിൾ ആയിട്ട് മാറാം, ദെൻ അൺഫേവറബിൾ ആയിട്ട് മാറാം. ഇപ്പോൾ അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഈ ഒരു ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന വ്യത്യാസം കൊണ്ട് ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് വർദ്ധിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. സോ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ബാലൻസസ് ദ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ആർ ഈക്വൽ. ഓക്കെ, വി ഓൾ നോ ദാറ്റ് ദ ഡെബിറ്റ് എൻട്രി ആൻഡ് ക്രെഡിറ്റ് എൻട്രി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് രണ്ട് രീതിയിൽ ഡെബിറ്റ് എൻട്രി ബുക്ക് കീപ്പിങ്ങിലൂടെയാണ് നടപ്പിലാക്കുന്നത്. അതിൽ ഡെബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഷോസ് ഓൾ പേയ്മെൻറ്റ്സ് ഓഫ് ദ കൺട്രി and credit side shows all the credit or all the receipts of the country. അപ്പോൾ ഇവിടെ ഡെബിറ്റ്സും ക്രെഡിറ്റ്സും ഈക്വലൈസ് ചെയ്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഈസ് ബാലൻസ്ഡ് എന്ന് പറയാൻ സാധിക്കും. ഇഫ് ഡെബിറ്റ്സ് എക്സീഡ് ക്രെഡിറ്റ്സ്, ഈ ഡെബിറ്റ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് എൻട്രികൾ, അതായത് ആ ഒരു കൺട്രിയുടെ പേയ്മെൻറ്റ്സ് മുഴുവനും എന്താണ് റെസിപ്റ്റ്സിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം. Debits exceed credit, the balance of payment is unfavorable. ഓക്കെ, അപ്പോൾ ആ ഒരു കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അൺഫേവറബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഇഫ് ക്രെഡിറ്റ്സ് എക്സീഡ് ഡെബിറ്റ്സ്, ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ആണ് കൂടുതൽ, ഡെബിറ്റ്സ് എന്താണ് കുറവാണെന്ന് വിചാരിക്കുക. അതായത് റെസിപ്റ്റ്സ് കൂടുതലും പേയ്മെൻറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഈസ് ഇറ്റ് ഈസ് ഫേവറബിൾ. ഓക്കെ, when the balance of payment is unfavorable, it means that the demand for foreign currency is more than its supply. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അൺഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് വിചാരിക്കുക. അൺഫേവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ഡെബിറ്റ്സ് എക്സീഡ്സ് ക്രെഡിറ്റ്സ്, ഡെബിറ്റ്സ് കൂടുതലും ക്രെഡിറ്റ്സ് കുറവുമാണ്, അതായത് റെസിപ്റ്റ്സ് കുറവും പേയ്മെൻറ്റ്സ് കൂടുതലുമാണ്. When the balance of payment is unfavorable, it means that the demand for foreign currency is more than its supply. ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി, അതായത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് അത് ഇറ്റ് ഈസ് മോർ ദാൻ, അത് കൂടുതലും അതുപോലെ തന്നെ സപ്ലൈ എന്തായിരിക്കും കുറവായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഷോസ് ദ അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ദിസ് കോസസ് ദ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ടു ഫോൾ ഇൻ റിലേഷൻ ടു ദ ഫോറിൻ കറൻസി. അപ്പോൾ ഇത്തരത്തിൽ അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് കറൻസിയുടെ ഈ എക്സ്റ്റേണൽ വാല്യൂ, ഡൊമസ്റ്റിക് കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂവിൽ കുറവ് വരുന്നതിന് അത് കാരണമാകുന്നു.
അതായത് ഫോറിൻ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂവിൽ കുറവ് സംഭവിക്കുന്നു. കോൺസിക്വൻ്റ്ലി ദ എക്സ്ചേഞ്ച് റേറ്റ് ഫോൾസ്. സ്വാഭാവികമായിട്ടും എന്താണ്, ഇത്തരത്തിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡിൽ കുറവ് സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ കുറവ് സംഭവിക്കും. ഇൻ കേസ് ഓഫ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് നിലനിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിനർത്ഥം എന്താണ്, ക്രെഡിറ്റ്സ് കൂടുതലും ഡെബിറ്റ്സ് കുറവാകുന്ന ഒരവസ്ഥ അല്ലേ. ദ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി ഈസ് ലെസ് ദാൻ ഇറ്റ് സപ്ലൈ. ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും, സപ്ലൈനേക്കാൾ കുറവായിരിക്കും. ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി ഈസ് ലെസ് ദാൻ ഇറ്റ്സ് സപ്ലൈ. അവിടെ ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അറ്റ് എ ഗിവൺ എക്സ്ചേഞ്ച് റേറ്റ്. ദിസ് കോസസ് ദ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ദ ഡൊമസ്റ്റിക് കറൻസി ടു റൈസ്. അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് എന്താ, ഫോറിൻ കറൻസിയുടെ സപ്ലൈ വർദ്ധിക്കുന്നു, ഡൊമസ്റ്റിക് കറൻസിയുടെ എന്താണ്, സപ്ലൈയിൽ കുറവാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂവിൽ വർധന ഉണ്ടാകുന്നതിന് കാരണമാകും. ടു റൈസ് ദ റിലേഷൻ ടു ഫോറിൻ കറൻസി. ഓക്കെ, സോ കോൺസിക്വൻ്റ്ലി ദ എക്സ്ചേഞ്ച് റേറ്റ് റൈസസ്. അപ്പോൾ ഇത്തരത്തിൽ വാല്യൂവിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. So this is shown in a diagram, that is in the figure. DD is the demand curve for foreign currency. DD എന്ന് പറയുന്നത് ഈ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ദ ഡിമാൻഡ് കർവ് ഓഫ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയുടെ ഡിമാൻഡാണ് DD എന്ന് പറയുന്നത്. When the rate of exchange rises, the demand for foreign currency falls and vice versa. When the rate of exchange rises, എക്സ്ചേഞ്ച് റേറ്റിൽ വർധനവുണ്ടായി എന്ന് വിചാരിക്കാം, ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി ഫോൾസ് അല്ലേ. അതായത് എക്സ്ചേഞ്ച് റേറ്റിൽ വർധനവുണ്ടായി കഴിഞ്ഞാൽ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡിൽ കുറവ് സംഭവിക്കും. അതിന് വൈസ് വേഴ്സ, അതായത് നേരെ തിരിച്ചു സംഭവിക്കാം. എക്സ്ചേഞ്ച് റേറ്റിൽ കുറവുണ്ടാവുന്നുണ്ടെങ്കിൽ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് കാരണമാവും. അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, SS ഈസ് ദ സപ്ലൈ കർവ് ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച്. SS എന്ന് പറയുന്നതാണ് സപ്ലൈ കർവ്. Then when the exchange rate falls, എക്സ്ചേഞ്ച് റേറ്റിൽ കുറവ് സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക, the amount of foreign currency offered for sale will be less. അതായത് എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ ആ ഒരു കറൻസി, ഫോറിൻ കറൻസിയുടെ സപ്ലൈ എന്തായിരിക്കും, കുറവായിരിക്കും. നേരെ തിരിച്ചു സംഭവിക്കുക, എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് വർദ്ധിക്കുന്നതിന് ഭാഗമായിട്ട് എന്താണ്, സപ്ലൈയിലും വർധനവുണ്ടാവും. സോ DD ആൻഡ് SS ഇന്റർസെക്ട് അറ്റ് പോയിന്റ് E എന്ന് പറയുന്ന പോയിന്റാണ് ഈ ഒരു ഡിമാൻഡ് കർവും സപ്ലൈ കർവ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ദെൻ OR ഈസ് ദ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ഒരു കറൻസിയുടെ, ഫോറിൻ കറൻസിയുടെ സപ്ലൈയും അതുപോലെ തന്നെ ഡിമാൻഡും ചേർന്നുകൊണ്ട് ഇവിടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് അവിടെ ഡിറ്റർമിൻ ചെയ്യാണ് E എന്ന് പറയുന്ന പോയിന്റിൽ. E എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് OR ആണ്. ഓക്കെ, E ഈസ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇക്വിലിബ്രിയം. എക്സ്ചേഞ്ച് റേറ്റ് എബോവ് ഓർ ബിലോ OR മീൻസ് ഡിസെക്വിലിബ്രിയം. അപ്പോൾ E എന്ന് പറയുന്നത് തന്നെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇക്വിലിബ്രിയം ആയിട്ട് നിലനിൽക്കുന്നത്. ഈ E എന്ന് പറയുന്ന പോയിന്റിന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ സാധിക്കും സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താ, ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കുറവും ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, വർധനവാണ് അല്ലേ, OR1 ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. ദെൻ when the exchange rate is more than equilibrium, exports decline and imports increases. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, OR ആണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ദെൻ OR1 ദാറ്റ് ഈസ് എബോവ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലേ. ഇക്വിലിബ്രിയം ലെവലിനേക്കാൾ കൂടുതലാണ് OR1 എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്, എക്സ്പോർട്ട് കുറയുന്നതിന് കാരണമാവുന്നു. ദെൻ ഇമ്പോർട്ട്സ് ഇൻക്രീസസ് അല്ലെ, ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് അറിയാൻ സാധിക്കും, സാധാരണ ഒരു കറൻസിയുടെ, ഡൊമസ്റ്റിക് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് വർദ്ധിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നിന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് നഷ്ടമാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ, എക്സ്പോർട്ട് കുറയ്ക്കാനായിട്ട് തയ്യാറാവും. അതേപോലെ തന്നെ എന്താണ്, ഇമ്പോർട്ട്സ് വർദ്ധിക്കുകയും ചെയ്യും. സോ ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് വിൽ റൈസ് ആൻഡ് ദ സപ്ലൈ വിൽ ഫാൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാർക്കറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് എന്താണ്, ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച്, എക്സ്പോർട്സ് കുറവ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഗ്രാജുവലി എന്താണ്, ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് കുറയുന്നു അല്ലേ. അതായത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് Eയിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ദ സപ്ലൈ വിൽ ഫാൾ, സപ്ലൈ Bയിൽ നിന്ന് Eയിലേക്ക് കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഈ ഇക്വിലിബ്രിയം റേറ്റിൽ തന്നെ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് എത്തിയിട്ട് നിൽക്കും. ആൻഡ് OR വിൽ ബി റീസ്റ്റോർഡ്.
ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് വർധനവ് ഉണ്ടാകുന്ന അവസ്ഥയിൽ അവിടെ ആ ഒരു ഫോറിൻ കറൻസിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവും അതുപോലെ തന്നെ സപ്ലൈയിൽ ഉണ്ടാകുന്ന കുറവിൻ്റെയും ഭാഗമായിട്ട് എന്താണ് പുതിയ ഈ ഒരു പഴയ എക്വിലിബ്രിയം റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിൽ തന്നെ വന്നു നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവും. ദെൻ when the exchange rate falls below or നെക്സ്റ്റ് സിറ്റുവേഷൻ എടുക്കുക അല്ലേ, ഈ ഒരു ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റിനേക്കാൾ താഴെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് സങ്കല്പിക്കുക. ദാറ്റ് ഈസ് OR2 ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുണ്ടെങ്കിൽ fall in the exchange rate leads to increase in the exports and decline in imports. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിക്കുക. എന്താണ്, എക്സ്ചേഞ്ച് റേറ്റിൽ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എന്താണ് ഈ എക്സ്പോർട്ടിൽ വർധനവ് ഉണ്ടാവുകയും എന്താണ് ഇമ്പോർട്ട്സ് കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. As a result, the demand for foreign currency starts falling and the supply starts rising till OR is re-established. അപ്പോൾ ഇത്രയും ഒരു അവസ്ഥയിൽ എന്താണ് ഡിമാൻഡ് കുറയുന്ന ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് എച്ചിൽ നിന്ന് ഇയിലേക്ക് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, അതേപോലെ തന്നെ ജിയിൽ നിന്ന് ഇയിലേക്ക് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ദെൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റിൽ തന്നെ എത്തി നിൽക്കുന്നു, ദാറ്റ് ഈസ് OR. സോ the equilibrium exchange rate tends to be stable if demand elasticities are high and the supply elasticities are low. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിമാൻഡും സപ്ലൈയും ഈ ഒരു ഇൻഇക്വിലിബ്രിയം സിറ്റുവേഷൻ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസിക്വിലിബ്രിയം സിറ്റുവേഷൻ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ കറൻസിയിൽ ഫോറിൻ കറൻസിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡിലും അതുപോലെ തന്നെ സപ്ലൈയിലും ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് കൊണ്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവലിൽ തന്നെ ഈ ഒരു ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദ equilibrium exchange rate tends to be stable if the demand elasticities are high. ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റീസ് ആർ ഹൈ അല്ലേ, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റീസ് വളരെയധികം കൂടുതലായിരിക്കണം. ആൻഡ് സപ്ലൈ ഇലാസ്റ്റിസിറ്റീസ് ആർ ലോ, സപ്ലൈ ഇലാസ്റ്റിസിറ്റീസ് കുറവായിരിക്കണം. ദെൻ according to this theory, the demand and supply of foreign exchange rate is determined by the factors that independent of changes in the exchange rate. Such factors are interest, foreign loans, reparation, payments, etc. ഈ ഒരു തിയറി പ്രകാരം നമ്മൾ ഈ ഒരു ഡിമാൻഡിലും സപ്ലൈയിലും വ്യത്യാസം വരുന്നതിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇക്വിലിബ്രിയം ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡിമാൻഡും സപ്ലൈയും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സം അതർ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് കാൾഡ് ദ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഫോറിൻ ലോൺസ്, ദെൻ റിപ്പറേഷൻ പേയ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഫോറിൻ ലോൺസും റിപ്പറേഷൻ പേയ്മെൻറ്റ്സും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് ആ ഒരു കറൻസിയിൽ തിരിച്ചടവും അതുപോലെ തന്നെ ആ ഒരു കറൻസിയുടെ സപ്ലൈയിൽ കുറവൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ആ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് തന്നെ റീച്ച് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഇത്രയുമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് തിയറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.